ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റ് ആണ്. ഇത് ചപ്പാത്തിയും ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. സാധാരണ നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ടാണ് മുട്ട വേവിക്കാറുള്ളത്. പക്ഷേ ഞാനിന്നിവിടെ മുട്ട വേവിക്കാൻ പോണത് കെൻ സ്മാർട്ട് ഷെഫ് അപ്ലയൻസസിൻ്റെ എഗ് ബോയിലറിലാണ്. ഇതിൽ നമുക്ക് മുട്ട 3 തരത്തിൽ വേവിക്കാൻ പറ്റും. അതായത് സോഫ്റ്റായിട്ട്, മീഡിയമായിട്ട്, പിന്നെ ഹാർഡായിട്ട്. ഇപ്പോൾ ഈ എഗ് ബോയിലറിൻ്റെ കൂടെ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് കപ്പ് തന്നിട്ടുണ്ട്. അതിൽ സോഫ്റ്റ് മോഡിൽ എത്ര മുട്ടയ്ക്ക് എത്ര വെള്ളം എടുക്കണം, മീഡിയം മോഡിന് എത്ര വെള്ളം വേണം, അതുപോലെ ഹാർഡ് മോഡിന് എത്ര വെള്ളം വേണമെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹീറ്റിംഗ് പ്ലേറ്റുമാണ്. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് പവർ ഓഫ്, ഓവർ ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ തുടങ്ങിയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരേ സമയം മാക്സിമം 6 മുട്ട വരെ വേവിച്ചെടുക്കാൻ പറ്റും. ഈ എഗ് റോസ്റ്റിന് വേണ്ടി നമുക്ക് ആദ്യം മുട്ട വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ എഗ് ബോയിലർ വെള്ളം നനവില്ലാത്ത ഒരു സ്ഥലത്ത് വെക്കണം. ഇപ്പോൾ ഈ മെഷറിംഗ് കപ്പിൽ 50 ml വെള്ളം എടുത്ത് എഗ് ട്രേ എടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം വാട്ടർ ട്രേയിൽ ഒഴിക്കണം. എന്നിട്ട് എഗ് ട്രേ അതിൻ്റെ സ്ഥലത്ത് തന്നെ വെക്കണം. ഇപ്പോൾ ഈ മുട്ട വേവിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ ഈ പരന്ന ഭാഗത്ത് മെഷറിംഗ് കപ്പിൻ്റെ അടിയിലുള്ള ഒരു ചെറിയ സൂചി കൊണ്ട് ഒന്ന് തുളച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ മുട്ട നമ്മൾ തുളച്ചു കൊടുത്ത പരന്ന ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം എഗ് ട്രേയിൽ വയ്ക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഒരു ലൈറ്റ് വരും. ഈ ലൈറ്റ് വന്നാൽ അത് പ്രോസസ്സ് തുടങ്ങി എന്നാണ് അർത്ഥം. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എഗ് ബോയിലർ തുറന്ന് എഗ് ട്രേയിലുള്ള മുട്ട എടുത്ത് തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം. മുട്ട തണുത്ത് കഴിഞ്ഞ് അതിൻ്റെ തോട് അടർത്തി മാറ്റാം. ഇപ്പോൾ ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തോട് അടർത്തി മാറ്റാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാച്ചിലേഴ്സിന്, ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, നമുക്ക് വീട്ടിൽ, അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഓരോ മുട്ട വീതം ഹാർഡ് മോഡിലും മീഡിയം മോഡിലും സോഫ്റ്റ് മോഡിലും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എഗ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കണം. എന്നിട്ട് അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മുട്ട അതിലിട്ട് 2 മിനിറ്റ് വഴറ്റണം. ഇപ്പോൾ മുട്ട എടുത്ത് മാറ്റി വയ്ക്കാം. അതേ പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി 6 സവാള നീളത്തിലരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായി വഴറ്റണം. ഇതൊരു 3-4 മിനിറ്റ് വഴറ്റിയ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർക്കണം. ഇപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് നേരം വഴറ്റിയ ശേഷം 2 ടീസ്പൂൺ വിനീഗറും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച മുട്ട ചേർക്കാം. അത് നന്നായി ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കണം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ വിളമ്പാം. ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം.